സി എസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ടീമിൽ ഗൈസ്, എൻ്റെ സ്കൂളിൽ തന്നെ ഗൈസ് ഒരു റെഡ് ക്രിമിനലും കാര്യമാണ് വന്നത് ഗൈസ്. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഫ്രണ്ട് ആക്കണമെന്ന് വിചാരിച്ച ഗൈസ് നമ്മൾ അദ്ദേഹത്തിനോട് തന്നെ കളിക്കുന്ന ഗൈസ്. റെഡ് ക്രിമിനലാണ് ഗൈസ്. നമ്മൾ ഒപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ പേടിച്ച് കൊള്ളുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ പണ്ടത്തെ ആണെങ്കിൽ റെഡ് ക്രിമിനലിന് അത്ര വാല്യൂ ഇല്ല ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളെ റെഡ് ക്രിമിനലിൻ്റെ കളി അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. എടാ എന്തുവാടാ ഗൈസ്, അവരാ എടാ മോനെ തൂ ക്യാ കർ ദി ജൽദി ഹേ മേരാ. എടാ ഒന്ന് രക്ഷിച്ചിട്ട് പോടാ, നീയൊക്കെ എന്തിനാടാ പിന്നെ പറയാ. ഞാൻ ഇല്ലെങ്കിൽ കളി തോക്കോടാ. ആരോട് പറയാൻ ആര് കേൾക്കും. ഇവനൊക്കെ ഫുൾ റെഡ് അടിക്കുന്ന പയ്യന്മാരാ. ചെറുക്ക റീലോഡ് ചെയ്ത് അവനെ അടിച്ചിട്ടാ അവിടെ മോനെ ചെറുക്ക വണ്ടാപ്പടി. അവൻ 4th ആനിവേഴ്സറി തൊട്ടുള്ള പ്ലെയർ. അത് ഫസ്റ്റ് റൗണ്ട് കാര്യങ്ങൾ നമ്മൾ അതിസാഹചര്യമായി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഹീറോ കാര്യങ്ങളൊക്കെ അടിക്കുന്നതായിരിക്കും. സോ ലക്കി ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കാര്യമാണ് നമ്മളെ പയ്യന്മാർ നമ്മുടെ എടുത്തിട്ടുണ്ട്. നമ്മളെ പയ്യന്മാരെ വലിയ വിഷയമാണെന്ന് അറിയാലേ. നമ്മളെ പയ്യന്മാരെ വിഷയം നമ്മളെ പയ്യന്മാരെ വിളിച്ചത് നമ്മളെ SB ബ്രോ. ഐ ആം ബിഗ് ഫാൻ ബ്രോ, ബിഗ് ഫാൻ ബ്രോ, ബിഗ് ഫാൻ ബ്രോ, ബിഗ് ഫാൻ ബ്രോ. റെഡ് ക്രിമിനൽ ബ്രോ, റെഡ് ക്രിമിനൽ ബ്രോ, റെഡ് ക്രിമിനൽ ബ്രോ. നമ്മളെ റെഡ് ക്രിമിനലിന് ജാടയാണ് ഗൈസ്. നമ്മളെ റെഡ് ക്രിമിനലിന് ജാടയാണ്, ജാടയുള്ള റെഡ് ക്രിമിനൽ ഗൈസ്. സാധാരണ റെഡ് ക്രിമിനൽസിനൊന്നും അങ്ങനെ ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ ഒരു റെഡ് ക്രിമിനലിന് മാത്രം ഭയങ്കര ജാടയുണ്ട് ഗൈസ്. അപ്പം നമ്മളൊരു ഫ്രണ്ടാണ് ഗൈസ്. അപ്പം നമ്മളൊരു ഫ്രണ്ടാണ് നമ്മൾ ഈ റെഡ് ക്രിമിനൽ എന്ന് പറയുന്ന ആൾ ഗൈസ്. നമ്മളൊരു ഫ്രണ്ടാണ് ഈ റെഡ് ക്രിമിനലും കാര്യങ്ങളും. ഞാനിതിങ്ങനെ കൂടെ പറയാൻ കാരണം ചുമ്മാ പറയണ കേട്ടോണ്ടിരുന്നത്. പെരാഫിലാണ് ഈ സ്കൈ ഇരിക്കുന്നത്. പെരാഫിൽ വെച്ച് നമുക്ക് അടിച്ചിടാൻ പറ്റുക. ഓക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അടിച്ചിട്ടപ്പോൾ ബേക്കിംഗ് ഒരു കേട്ടാൽ കണ്ടുപിടിച്ച് എടാ വന്ന് റിവൈവ് കരോ വായിച്ചും ജാക്കർത്തി ഉണ്ട്. എടാ ചെറുക്ക ബാക്ക് ഗൈസ്. ചെറുക്ക ഭയങ്കര ടോപ്പപ്പ് ആണെന്നൊക്കെയാണ് അവൻ്റെ വിചാരം. പക്ഷെ ചെറുക്കൻ്റെ കയ്യിലിരിക്കുന്ന സാധനം നോക്കി. ഈ M5 ഒക്കെ സ്കിന്നുണ്ട്. ചെറുക്ക ചെറുക്കനാണ് ഗൈസ്. സോ ലക്കി 4th ആനിവേഴ്സറി തൊട്ടുള്ള പ്ലെയറാണ്. എടാ മോനെ അപ്പോൾ ഫസ്റ്റ് ലൈറ്റൊക്കെ കാണും. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് അത്ര പ്രായമാണെന്ന് തോന്നണില്ല. അച്ചി നാണമില്ലടാ, നാണമെന്ന് പറഞ്ഞാൽ നാണമില്ല ഗൈസ്. ഗൈസ് അടുത്ത കളി തൊട്ട് UAM ഞാനാണ് കിട്ടും ഗൈസ്. ഞാനാണ് അടുത്ത കളി തൊട്ട് UAM എടുക്കാൻ. അപ്പോൾ ഓളപ്പിക്കും ഗൈസ്. നമ്മുടെ ടീമിലുള്ള എല്ലാ ആളുകളും സോ ലക്കിയാണ്. കാരണം നമ്മുടെ ടീമിൽ ലക്കിയുണ്ട് ഗൈസ്. നമ്മളാ ലക്കിയിലൂടെ നമ്മൾ ഇടിക്കാൻ നിൽക്കും. ഇത് നമ്മൾ UAM ഞാനാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഗൈസ് UAM ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളെ കുളപ്പിക്കും ഗൈസ്. കൈ മൊത്തം മരയും. ഇത് നമ്മൾ കൈ നല്ല രീതിക്ക് മരവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കൈ കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല. ഇതിപ്പം മരവിപ്പ് മാറത്തൊന്നുമില്ല ഗൈസ്. നമ്മളെന്തായാലും നമ്മൾ റെഡ് ഹാൻഡും കാര്യങ്ങളൊക്കെ വെച്ചാണ് കളിക്കുന്നത്. നമ്മളെ കൈ തോന്നേരം കളിച്ച് എന്തുരുവിരിക്കണം. എടാ എന്താടാ പറ്റി. നെറ്റ് പോയടാ, നെറ്റ് പോയടാ ഗൈസ്. നെറ്റ് പോയടാ. എൻ്റെ നെറ്റ് നോക്കടാ. ഈ നെറ്റില്ലടാ. നെറ്റില്ലെങ്കിലും ഗൈസ് റെഡ് കാര്യങ്ങളൊക്കെ തന്നെടാ. ഈ എന്നെ കൊല്ലടാ. നമ്മൾ പാവോളും മോനെ. ഈ സോലക്കി എന്നെക്കൊണ്ട് കഥ കഴിയും. നമ്മളെ ചെറുക്കൻ്റെ കളി നമ്മൾ സ്പെക്ട് ചെയ്യുകയാണ്. എന്തിനാവും നമുക്ക് നോക്കാം. ഗുഡ് ജോബും പറഞ്ഞാൽ ഇരിക്കണം. ചെറുക്കനാ പൊട്ടിയടാ. കുത്തിപ്പിടി ഉയര ഉഷാറ് കാണാൻ ഇന്നൊരണ്ണ്. ഞാൻ ചെറുക്കൻ ട്രിപ്പിൾ അടിക്കാൻ നമുക്ക് നോക്കാം. ചെറുക്കൻ ട്രിപ്പിൾ കറക്കാതെ നമ്മളെ ചെറുക്കൻ്റെ കളി സീനാണ്. പക്ഷെ നമ്മളാ പയ്യന്മാരെ എടുത്തിട്ടുണ്ട്. പ്ലീസ് അപ്പോൾ അടുത്ത കളി നമ്മളാണ് എണ്ണ എടുക്കുന്നത്. നമ്മൾ UAM ആണ് എടുത്തിട്ടുള്ളത്. ഈ സ്ഥലത്ത് ഞാൻ UAMലേക്ക് ഇങ്ങാണ് ഫുള്ള് റഷ് ചെയ്തിട്ടാണ് UAM. ഈ ഒരു കളി പറയാനാണ് ജയിച്ചാൽ നമ്മുടെ ഹീറോയ്ക്ക് വലിയൊരു കാര്യം അച്ഛൻ. നമ്മളെ ക്രിമിനൽ മച്ചാൻ ഗൈസ് കളിക്കാനൊന്നും അറിഞ്ഞൂടാ. ചെറുക്കൻ ഞാൻ വിചാരിച്ചാണെങ്കിൽ ടോപ്പറാണെന്നുള്ളത് ഗൈസ്. അവൻ്റെ ഒരു ചമന്ന നടത്തം, അവൻ്റെ ഒരു ചുവന്ന ഫിസ്റ്റും. പക്ഷെ ക്രിമിനൽ ബണ്ടിലൊക്കെ ഇട്ടവരൊക്കെ നമ്മളെത്തി പേടിക്കണമെന്നാണ്. എപ്പോഴും പേടിച്ചുകൊണ്ടിരുന്നത് എന്താണ്
ഗായ്സ് നമ്മളങ്ങനെ കൂത്തി പിടിച്ചിട്ടുണ്ട്. സമയം എന്തിനാ 3:21. ഷടപ്പ് യുവർ മൗത്തിലാടി. അവൻ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് അവനൊന്നും ചെയ്തില്ല. UMP ഞാൻ പറഞ്ഞില്ല ഗീസ്, ഞാൻ ഈ സ്ഥലത്ത് UMP അത്യാവശ്യം കളിക്കുന്നു. ഒരുത്തനെ ഫുൾ റെഡ് അല്ല ഹാഫ് റെഡ് അങ്ങനെ അടിച്ചാൽ ഇട്ട് ഒരുത്തനോട് ഉണ്ടോ അവന് ഒരുത്തനല്ല ഇത്ര പേരുണ്ടോ അച്ഛനെ ഞാനിവിടെ വരട്ടാ. അവിടെ ഈ ഇവൻ്റെ ബ്ലൂ ആളും ഭംഗിയാണ്. അവിടെ വന്ന് താഴെ ഇറങ്ങി അവിടെ ആ കഴുത ഒറ്റയ്ക്കേ ഉള്ളൂ ഗായ്സ്. ഏമണ്ടി ചെപ്പണ്ടി എറുണ്ടത് ഏമണ്ടി എന്നിട്ട് അവന്മാരിങ്ങനെ നിൽക്കണം വെച്ചാൽ താഴെ ഒരുത്തനെ ഉള്ളു. അവനങ്ങ് അടിച്ചങ്ങ് ഉറക്കടാ. പേടിക്കുന്ന എന്തിനാണ്? ചത്ത് സമാധാനം ഒന്ന് കർത്തി ഉണ്ടാ. താഴെ ചാറ ഗൈസ്. അപ്പുറത്ത് അവനാണ് പെട്ടിരിക്കുന്നത്. നമ്മളെ ടീമേറ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓടാ മോനെ സ്വീറ്റ് കില്ലാടി പെവർ മച്ചാനേ. നമ്മൾ ചെറുക്കനാണ് കള്ളി പിടിച്ചിട്ടുണ്ട്. ഈ സാധനം എൻ്റെ UMP ഇട്ട് കളിക്കാനാണ് വന്നത്. എൻ്റെ UMP എവിടെ? എൻ്റെ UMP ഇല്ലാന്ന് കളിക്കില്ല ഗൈസ്. നമ്മൾ UMP ആണ് കളി. UMP ഇട്ട് അറിയാലോ ഗൈസ്, നമ്മൾ പെവറാണ്. ഇവൻ്റെ MIT 1.5 കേസ് ഇരിക്കുന്നത്. ഒരു പക്കാ ടോപ്പറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കളിക്കാറുണ്ടോ? പക്ഷേ ഏറ്റവും കൂടുതൽ കുറഞ്ഞ കില്ലെടുത്തിട്ടുള്ള ഞാനാണ് ഗൈസ്. കാരണം എന്താ ഗൈസ്, എനിക്കൊരു സപ്പോർട്ടില്ല ഗൈസ്. ഒറ്റയ്ക്ക് വൈപ്പടിക്കുന്ന പ്ലെയറാണ് ഗൈസ് ഞാൻ യഥാർത്ഥത്തിൽ. അങ്ങനെ സ്വയം ഞാൻ പുകഴ്ത്തുന്നില്ല ഗൈസ്. ചുമ്മാ സ്വയം പുകഴ്ത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാകാനാണ്. എടാ മോനെ നീ കണ്ണെടുക്കുന്ന മുമ്പ് ഞാൻ എടുക്കോടാ നോക്കോ. എനിക്ക് കിട്ടിയ രക്ഷോട്ട് ഗൈസ്. എനിക്ക് കിട്ടിയവരെല്ലാം നിൽക്കണം കേട്ടോ. കിട്ടുക എവിടാ അവർ വേട്ടാളെ. ഇവിടെ അവന്മാർ ജോലിക്കാറ്റെക്കണം. വീട്ടാളിയാ ഓടിച്ചല്ലു ഓടിത്തള്ളു ഏതാ മോനെ വണ്ടാ പടി. ഇവിടെ വന്നൊരു ഗ്ലൂ ആൾട്ടങ്ങൾ റിവൈവ്ക്കാരോ ബായ്. ഞാൻ ചത്തു ബായ്. താങ്ക്സ് ബ്രോ മൈ ബ്രോ. വത്തടെ ഇവൻ ഫുൾ റെഡിൻ്റെ മച്ചാനാ. ഏതാ മോനെ ഞാനെന്ന് ഇല്ലടാ. അവൻ എങ്ങനെ കില്ലെടുത്തടാ ഫുൾ റെഡിൻ്റെ മച്ചാനെ. ഇതപ്പം ഇനി രണ്ട് റൗണ്ടും കൂടെ ഉണ്ട്. ഈ കളി ഞാൻ എങ്ങനെയും കില്ലെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു വരാതില്ല MP40 ഒരാളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി കുത്തിപ്പിടി അല്ലാതെ അവസാനത്തെ റൗണ്ട് ഇനി വേറെ ഒന്നും നമ്മുടെ കയ്യിൽ അവശേഷിച്ചില്ല. നമ്മൾ MP40 എടുത്തിട്ടുണ്ട്. MP40 എടുത്താൽ പിന്നെ പറയണ്ടല്ലോ, ഫുള്ള് കുത്തിപ്പിടി എടുത്ത് ഞാൻ ടീം ട്രിപ്പിൾ അടിക്കും കേസ്. MP40 കൊണ്ട് ഞാൻ ട്രിപ്പിൾ അടിക്കും. UMP ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഏസ് അടിക്കുന്നത് കേസ്. പക്ഷേ ഞാൻ UMP വെച്ച് ഫസ്റ്റ് റെഡ് അടിക്കുമ്പോൾ തന്നെ അവന്മാരെ ഞാൻ കുത്തിപ്പിടിച്ചിട്ടാണ് കേസ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ MP40 ആണ് എടുക്കുന്നത്. ഒരു ഇതെന്ന് വിചാരിച്ചാണ് MP40 എടുക്കുന്നത് കേസ്. അല്ല ഞാൻ UMP കുറച്ച് കാണില്ല. കാരണം ഞാൻ UMP പ്ലെയർ ഏതാ ഇവിടെ എന്തോ ആടാ അടിക്കുന്ന അടികളല്ല. ഫുൾ റെഡ് അല്ലെങ്കിലും എനിക്ക് അത്രയും ഡാമേജും കാര്യങ്ങൾ കിട്ടി. അവൻ ഇല്ലല്ലോ അത് വെച്ചിട്ട് അങ്ങനെ റെഡ് അടിക്കും. ഞാനാണെങ്കിൽ ആ കണ്ണിന് പെണ്ണുമ്പുള്ള ചാവൂലേ അത്ര ഉള്ളടാ. ചേർക്കാൻ വിഷയം ഒന്നും പറയല്ലേ. ഏതാ മോനെ ചക്കര കുണ്ടി. UMP കിട്ടിയിട്ടുണ്ട്. പിന്നല്ല ഒന്നും പറയാനില്ല. ഇനി എപ്പുറത്ത് അത്ര ഉള്ളു. നമ്മളങ്ങനെ 3 റൗണ്ട് വെച്ച് അങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മളെ MP40 ഉള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് അടിച്ചങ്ങ് ഇട്ട്. അപ്പോൾ ഇനി ഇത് ഫൈനൽ റൗണ്ടാണ്. ഈ റൗണ്ട് ആര് ജയിക്കുമെന്ന് നമ്മൾ കണ്ടറിയുന്നില്ല. ഇതെല്ലാം നമ്മൾ നോക്കാം കേസ്. ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം കേസ്. നിങ്ങൾ പറയാം കേസ് ആര് ജയിക്കും. നമ്മളെ ടീം ജയിക്കുമോ അപ്പുറത്തെ ടീം ജയിക്കുമോ കേസ്. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കണമെങ്കിൽ എൻ്റെ ടീം ജയിക്കാൻ ചാൻസ് ഉള്ളത് കുറവാണ്. കാരണം ഞാൻ ജയിച്ചാലും തോറ്റാലും കേസ് എനിക്കൊരു പ്രൊട്ടക്ഷൻ കാർഡ് ഉണ്ട് കേസ്. എടാ എവിടെയാണ് AC80? ഇപ്പോൾ AC80 അവസാനം. അവസാനത്തെ റൗണ്ട് AC80 ഉണ്ടെങ്കിലും എനിക്ക് പറ്റി. പക്ഷെ അതങ്ങനെയാണ് കേസ്. ഞാൻ ഈ അവസാനത്തെ റൗണ്ട് എപ്പോഴും AC80 ഞാനവിടെ എടുക്കുന്നുണ്ട്. കാരണം അവസാനത്തെ റൗണ്ട് പിന്നെ അങ്ങോട്ട് കുത്തിപ്പിടിയാണ് മോനെ.
എവിടെ ആരാ കയറി വരുന്നടാ ഞാൻ പറഞ്ഞ കയറി വരുന്നു എടാ എന്തോടാ അത് നമ്മൾ കുത്തിപ്പിടിക്കാന്ന് അറിയാലോ. അങ്ങനെ നമ്മൾ കുത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒരുത്തൻ കൂടെ ഉള്ള കേസ് അവന് നമ്മൾ കില്ലെടുക്കാൻ പാടാ. അടാ നമ്മളങ്ങനെ ബൂയി അടിച്ചു. നമ്മളെ ഹീറോയ്ക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ഇന്ന് ഹീറോയ്ക്ക് അടിച്ചു. നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ പ്ലാറ്റിനത്തിൽ നിന്ന് തൊട്ടങ്ങി നമ്മളിന്ന് ഹീറോയ്ക്ക് അടിച്ചു. നമ്മളാ ഹീറോയ്ക്ക് അടിച്ചിട ബച്ചാനെ ഹീറോയ്ക്ക് അടിച്ചു. നമ്മളെ ഹീറോയ്ക്കും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. ബൈ.